വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. അത് മതി, അങ്ങനെ ചെയ്യാം. അല്ല, ഞാനിവിടുന്ന് വരുന്നേ ഉള്ളു. അത് ശരിയാക്കാം. അത് നമുക്ക് നാളത്തേക്കാക്കാം. അത് കുഴപ്പമില്ലെന്നേ. ശരിയെന്ന്. ഏയ്, അത് കുഴപ്പമാവുമെന്ന്. അങ്ങനെ ഓടിച്ച് നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തിനാടാ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആളുകളെ കാണിച്ചിട്ട്? സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നാണ്. ആയി വരുന്നേ ഉള്ളൂ. ആയി. ആ ഷാപ്പിൻ്റെ അത് 1.5 മാസം മുമ്പാ. അതുപോലെ തന്നെയൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുമോ? വരട്ടെ, ഒരു കിടിലെ ഡേറ്റോട് ഞാൻ വരണുണ്ട്. അപ്പം ശരിയടാ, അവന്മാർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു വീഡിയോനെ കഷ്ടപ്പാട് എനിക്കേ അറിയുള്ളൂ. ഒന്നാമത്തെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അത് പിന്നെ എങ്ങനെയാ കുറയാതിരിക്കണം? ഈ കാടിൻ്റെയും തോടിൻ്റെയും വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ പരിപാടിയല്ലേ നീ ചെയ്യണത്? എടാ, അതേടാ, ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടല്ല, നിനക്ക് ഈ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? എങ്കിൽ നീ ഒരു ഐഡിയ പറയും. അല്ല, അത് പിന്നെ അതുകൊണ്ടാണ് പറയണത്, വെറൈറ്റി വേണം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ വേണമെന്ന് ഓരോരുത്തർ പറയും. പക്ഷേ എങ്കിൽ അതേപോലത്തെ ഒരു വെറൈറ്റി വേണമെന്ന് പറയുമ്പോ ദേ ഇതുപോലെ തടയുക. അത് കൊള്ളാം. അങ്ങനെയാണേലേ ഈ പറയുന്ന ആളിന് തന്നെ അങ്ങ് ചെയ്താ പോരെ. ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കണം, അതല്ല നിന്റെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാനങ്ങോട്ട് പറയാല്ല. സത്യത്തിൽ അത് തന്നെ എൻ്റെ പരിപാടി. എനിക്കത് തുറന്നു പറയണമെങ്കിൽ ഒരു മടിയില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. ഞാൻ ഓർത്തത് നമ്മൾ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കാശും ഇങ്ങനെ വരുമെന്നാണ്. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. അല്ല, അപ്പൊ അങ്ങനെയല്ലേ? എവിടെ നിന്ന് പിന്നെ? എടാ, ഏതാണ്ട് 1 വർഷത്തോളമായില്ലേ ചാനൽ തുടങ്ങിയിട്ട്? 9 മാസമായി. അപ്പൊ ഇത്രയും നാളായിട്ട് നിനക്ക് ഒന്നും കിട്ടണല്ലേ? ഏയ്, ഇത് വലിയ ഇടങ്ങേറി പിടിച്ച പണിയാണെന്ന്. 500 സബ്സ്ക്രൈബേഴ്സ്, 3000-ഓ 4000-ഓ വ്യൂവേഴ്സ്, പിന്നെ മോണിറ്ററൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഞാൻ വിചാരിച്ച് ഈ ദിവസം എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാശിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. അതെ. അല്ല, അപ്പൊ ഈ കാണുന്ന പുറമോടിയൊക്കെ ഉള്ളു അല്ലേ? സത്യം പറഞ്ഞാൽ അതൊക്കെ ഉള്ളു. മക്കളെ, എന്തെങ്കിലും തരണേ. ഹലോ, അതെ അതെ അതെ, അറക്കൽ വീഡിയോസ് ആൻഡ് എന്താണ് പരിപാടി വല്ലതും കണ്ടിട്ട് വിളിക്കാനാ? അല്ലേ? എന്നാ പറയ്. അയ്യോ മോനെ, എനിക്കൊരു ഊണ് വാങ്ങിത്തരുമോ? എന്റെ ചേട്ടത്തി, ഒരു ഊണിനെന്ന് പറയുമ്പോ മിനിമം 100 രൂപയെങ്കിലും വേണ്ടേ ചുരുങ്ങിയത്? ദേ, അവിടെ 70 രൂപയുള്ളൂ മോനെ ഊണിന്. ഊണ് മാത്രം മതി. അതേത് കട? എന്റെ ചേട്ടത്തി, ദേ
ഇനി എന്റെ കയ്യിൽ ഈ 50 രൂപ കൂടിയുണ്ട്. അയ്യോ, ഇതങ്ങോട്ട് തന്നു കഴിഞ്ഞാ എന്റെ കാര്യം അവതാളത്തിലാവും. ചേച്ചി ഒരു കാര്യം ചെയ്, ഇതുപോലെ 6 പേരോട് 10 വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഊണിനുള്ള കാശാവൂലേ? അല്ല, ചേട്ടത്തിന്റെ വീട് എവിടെയാണ്? 3-4 കിലോമീറ്റർ അപ്പുറത്താ വീട്, കുറ്റിച്ചിറയില്. അവിടെ ഒരു റേഷൻ കട ഇല്ലേ, അതിന്റെ പുറയിലായിട്ടാ. വീട്ടുകാരൊക്കെ? ആരുമില്ല മോനെ, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നു. ഭർത്താവ് ഒരു ലോറി ഡ്രൈവറായിരുന്നു. പുള്ളി 1 വർഷം മുമ്പ് മരിച്ചു. ലോറി ഓടിച്ചുകൊണ്ടിരുന്ന അവറാച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ തരുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. 3.5 സെന്റില് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായൊരു വീടാ മോനെ എനിക്കുള്ളത്. പേടിച്ച് അതിനകത്ത് കിടന്നുറങ്ങുന്നത്. ഓ, അങ്ങനെ ആവട്ടെ. കൊള്ളാം, ടൈറ്റിന് കൊള്ളാട്ടാ, സൂപ്പർ. ഷാപ്പിന് ഊണും കറിയും. ഓക്കെ എന്നാ, അപ്പൊ ശരി. ഇതിപ്പോ കടുവയെ കിടുവ പിടിച്ചത് കേട്ടിട്ടേ ഉള്ളൂ. എന്നാ ഇപ്പൊ ഇവിടെ സംഭവിച്ചു. ഇവരുടെ പോയില്ലേ? അതെ, ഈ എന്താണ്? എടാ, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്ക്. എൻ്റെ ലാപ്പിൽ 110 രൂപയേ ഉള്ളൂ. അതിൽ 100 രൂപയ്ക്ക് എനിക്ക് പെട്രോൾ അടിക്കണം. ബാക്കി 10 രൂപ ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വേണം. വളരെ ഉപകാരം. ആയിക്കോട്ടെ, ശരി. ശരി എന്നാ. ഈ നാടിന്റെ ദാരിദ്ര്യം എന്ന് മാറാനാടാ? ശരിയാ. ശരിയാണ്. ദേഹം അല്ലെങ്കിൽ പണിയെടുക്കണം, അല്ലാതെ. ഈ ചേട്ടത്തി ഇനി എന്ത് പണിയെടുക്കാൻ? ചേർത്തിയാ? പിന്നെ നമ്മള് പണിയെടുത്തേക്ക് ആ ചേർത്തിക്ക് നമുക്ക് വല്ലതും കൊടുക്കാൻ പറ്റൂലായിരുന്നാ. പാവം ചേർത്തി. ഇങ്ങനെ പരസ്പരം ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും വാർത്താനും അടിക്കാനും ആരും പിന്നിലല്ല. ഞാൻ ഏതായാലും അധ്വാനിക്കാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ വിളിച്ച കോളേ അതായിരുന്നു. കടുവയെ കിടുവ പിടിച്ചെന്നൊക്കെ നീ പറഞ്ഞു. അതെ അതെ അതെ. അവൻ എന്നെ പോലെ ഒരു യൂട്യൂബറാണേ. അവനൊരു പരിപാടി ചെയ്യണം, അതിൽ ഞാനും പങ്കെടുക്കണം. സ്ഥിരം പല്ലവി തന്നെ. ചാനലി, അതായത് പ്രോഗ്രാമിന്ന് റണ്ണായി കാശ് വരുമ്പോ കാര്യമായിട്ടൊന്ന് ഗവനിക്കാന്ന്. അല്ല, ഇപ്പൊ ചെറുതായിട്ട് ഗവനിക്കുമല്ല. അതൊക്കെ. പക്ഷെ ഈ പറച്ചിലേ ഉള്ളു. ഇത് ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് അത്ര കാണും. എങ്കിൽ ഞാൻ ചില്ലട്ടാ. അല്ല, നീ ഒന്നും നിന്നേ. എന്താ, നിനക്കും ചാനലുണ്ടാ? ചാനൽ നിന്റെ, പക്ഷേ പ്രോഗ്രാം ഐഡിയ എൻ്റെ. എന്താ ഐഡിയ? എടാ, അതെ, ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അമ്മച്ചിയില്ലേ, അവരെ വെച്ച് നമുക്കൊരു പ്രോഗ്രാം ചെയ്താലോ? ഒരു സ്റ്റോറി. എടാ, എനിക്ക് നിന്നെപ്പറ്റി ഒരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. നീ എന്നേലും ലോ ലെവലാണല്ലോ. അതെന്താ? എടാ, ആ അമ്മച്ചിയെ പിടിച്ച് എന്ത് ചെയ്യാനാടാ? ഭരതനാട്യോ അല്ലെങ്കിൽ കുച്ചിപ്പിടിയാ? നീ അറുക്കുന്നതിന് മുമ്പ് പെടക്കല്ലേ. ഞാൻ പറയുന്നത് കേക്ക്. ആ അമ്മച്ചിക്ക് ബന്ധുക്കൾ ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഭർത്താവ് ഒരു ലോറി ഡ്രൈവർ 1 വർഷം മുമ്പ് മരിച്ചു. ഇപ്പൊ അവരിങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിക്കുകയാണ്. ഇതിലെന്ത് സ്റ്റോറി? എടാ, ഇവർക്ക് 3 സെന്റ് സ്ഥലവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടും ഉണ്ട്. ഇവരുടെ ഈ പ്രശ്നങ്ങളും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ല, ഒരു സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പരിപാടി അങ്ങ് ചെയ്താലോ? എന്നിട്ട് അവരുടെ പേരിൽ ഒരു അക്കൗണ്ടും തുടങ്ങിയിടാം. അപ്പൊ അതിലൂടെ അവർക്കൊരു വീടും ആകും, നമ്മുടെ കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് നടക്കും. എന്താ? ഇത് കൊള്ളാം. അയ്യോ, അവര് പോയല്ലേ? അത് കുഴപ്പമില്ലെന്നേ. വണ്ടിക്ക് വാങ്ങാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാന്നേ. കുറ്റിച്ചിറയിലാണ് അവരുടെ വീട്. മരിച്ചുപോയ ഡ്രൈവർ അവരാച്ചന്റെ ഭാര്യ. റേഷൻ കടയുടെ പുറകിലാണ് ഈ പറഞ്ഞ വീട്. പോരെ? അന്ന് നീ കേറ്, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. ഹായ്, നമസ്കാരം. അറക്കൽ വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നിങ്ങളുടെ ആൻ്റണി എ ഡി എന്ന ആൻഡോ. വ്യക്തി ജീവിതത്തിലെ നിരവധി നീറുന്ന പ്രശ്നങ്ങൾക്കിടയിലും
നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില പ്രധാന വ്യക്തികളും സംഭവങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങളുടെ മുമ്പിലെത്തിക്കാവുന്ന ആത്മവിശ്വാസമൊന്നും എനിക്കില്ല. എന്നാൽ അങ്ങനൊരു വിഷയമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരു നേരത്തെ അന്നത്തിനായി ബുദ്ധിമുട്ടുന്ന, പേടി കൂടാതെ കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത അന്നമ്മ ചേർത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. മരിക്കുന്നെങ്കിൽ ഈ ഭവനത്തിൽ തന്നെ കടന്ന് മരിക്കണമെന്ന് ആഗ്രഹമുള്ള അന്നമ്മ ചേർത്തിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത്. ബാക്കിയെല്ലാം ചേർത്ത് നിങ്ങളോട് പറയും. പ്രേക്ഷകരോട് എന്താണെന്ന് ചേർത്തി പറഞ്ഞോളൂ. എൻ്റെ പേര് അന്നമ്മ. എൻ്റെ ഭർത്താവിൻ്റെ പേര് അവറാച്ചൻ. ഒരു ലോറി ഡ്രൈവറായിരുന്നു. പാവം മരിച്ചുപോയി. ചേട്ടൻ്റെയും അമ്മയുടെയും ചികിത്സയ്ക്കായി ഞങ്ങളുടെ വീട് സ്ഥലവും എല്ലാം വിൽക്കേണ്ടി വന്നു. എന്നിട്ടും അമ്മയും ചേട്ടനും മരിച്ചും പോയി. ഇപ്പൊ എനിക്ക് സ്വന്തമെന്ന് പറയാൻ എനിക്കാകെയുള്ളത് ഈ 3.5 സെന്റ് സ്ഥലവും ഈ കുഞ്ഞു ഷെഡുവാ. ഇവിടെ തന്നെ ജീവിച്ച് മരിക്കണമെന്ന എൻ്റെ അവസാനത്തെ ആഗ്രഹം. എൻ്റെ ചേട്ടൻ്റെ ഓർമ്മകളുള്ള ഈ മണ്ണിൽ ജീവിക്കാൻ ഒരു വഴിയില്ലാതിരുന്ന എനിക്ക് ഈ മക്കള് ആഹാരം തന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് എനിക്കൊരു കുഞ്ഞു വീട് ശരിയാക്കി തരാന്ന് ഇവര് പറഞ്ഞിരിക്കുക. എല്ലാരും സഹായിക്കണം. എന്റെ മരണശേഷം ഈ വീട് സ്ഥലവും ഞാൻ ഏതെങ്കിലും ഒരു വീടില്ലാത്തവർക്ക് ദാനം കൊടുക്കും. സഹായിക്കണം, എല്ലാരും സഹായിക്കണം. ഈ അമ്മയുടെ കരച്ചിലിന്, ആഗ്രഹത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിനോടൊപ്പം ഈ ചേർത്തിയുടെ അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽസും താഴെ ചേർക്കുന്നു. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്, ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ആളുകളെ സഹായിക്കാനും പ്രോഗ്രാം ചെയ്യാനും എനിക്കെന്താണ് സാധിക്കാൻ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ. പിന്നല്ലാതെ. എടാ, ഭയങ്കര സഹായങ്ങളൊന്നും ഇല്ലെങ്കിലും ഒന്നും ഒറ്റയ്ക്കായിട്ട് ചേട്ടത്തിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നുണ്ട്. അല്ല, ചേർത്തിക്ക് ഇതുവരെ നമ്മളുടെ ഉള്ളിരിപ്പ് മനസ്സിലാക്കുന്നത് ഭാഗ്യം. എവിടെന്ന് വഴി നീളെ തെണ്ടി നടന്നവർക്ക് 3 നേരം ഫുഡും വസ്ത്രവും മരുന്നും ഒക്കെ കിട്ടുന്നില്ലേ? വീട് പണി തുടങ്ങുന്നത് വരെ ആ ഷെഡൊന്നും എനിക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? ഇതെല്ലാം കൂടി ആയപ്പോ ചേട്ടത്തി നല്ല സന്തോഷത്തിലാ. നമ്മളും സന്തോഷത്തിലാണല്ല. അല്ല, അത് വേണമല്ല. ഈ ചേട്ടത്തിയുടെ സന്തോഷത്തിനേലും പ്രാധാന്യം നമ്മുടെ സന്തോഷത്തിനാണല്ലോ. വാഴ നനയുമ്പോ ചീരയും കൂടി നനയണമല്ലോ. പിന്നെ 3-4 പേര് എന്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മളുടെ കയ്യിൽ കൃത്യമായ കണക്ക് വേണോട്ടാ. അതുണ്ടായിരിക്കും. കാശിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു കശപിശ അത് പാടില്ല. ഈ വീട് പണി തീരുമ്പോ സോണിയുടെ ഒരു ക്യാമറ വാങ്ങിക്കണം. എനിക്കും ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ടേ. അതും ഈ വീട് പണിയുടെ ഇടയിൽ നടക്കണോ? രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ജ്ഞാനം 1-ാം അധ്യായം 11-ാം വാക്യം.
ഒരു വഴിയില്ലാതിരുന്ന എനിക്ക് ഇവര് ഈ മക്കള് ആഹാരം തന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് എനിക്കൊരു കുഞ്ഞു വീട് ശരിയാക്കി തരാന്ന് ഇവര് പറഞ്ഞിരിക്കുക. എല്ലാരും സഹായിക്കണം. ജോയിന്താ സിനിമ കാണുകയാണോ? അല്ല സാറേ, ഒരു പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ചാ. അവർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കാനേ അതാ കണ്ടുകൊണ്ടിരുന്നത്. എവിടെ നോക്കട്ടെ? ദാ സാറേ, എന്റെ മരണശേഷം ദാ സാറേ, സ്ഥലവും ആ സ്ത്രീയാ പോണത്. എവിടെ? ദേ അല്ല, ഇതിപ്പോ ഈ KMK മേനോൻ എന്ന് പറഞ്ഞ ആളെന്തിനാ നിന്നെ വിളിച്ചത്? ഏയ്, അതിന് പേടിക്കാനൊന്നുമില്ല. ചേർത്തിയുടെ എപ്പിസോഡ് കണ്ടു, അതിനെപ്പറ്റി സംസാരിക്കാനാണ് പറഞ്ഞത്. ഇനി നമ്മുടെ കള്ളത്തരം മനസ്സിലാക്കി നമ്മളെ കൊടുക്കാനാ വല്ലതാണോടാ? പിന്നെ ഇത്രയും ലക്ഷങ്ങളുടെ ബിസിനസ് ഒന്നും KMK മേനോൻ നമ്മുടെ കളത്തിൽ പിടിക്കാൻ നടക്കണം എന്തിനാണ്? അല്ലാതെ അങ്ങനെ വേറെ എന്തെല്ലാം പണി കിടക്കണം. അതുമല്ല, കള്ളത്തരം പിടിക്കാൻ പറ്റുന്ന ആള് മാതാവിന്റെ ഗ്രോട്ടോന്റെ മുമ്പിൽ വരാൻ പറയുമോ? ആഹാ, അങ്ങനെ പറഞ്ഞ എങ്കി അതല്ലടാ നീ ആദ്യം പറയേണ്ടത്. അപ്പൊ ഇത് ഉറപ്പാ, ഇത് തീർച്ചയായിട്ടും ചേട്ടത്തിന് സഹായിക്കാൻ തന്നെയാ. നിന്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ്. വാ, എന്തായാലും നമുക്കൊന്നും അങ്ങോട്ട് ചെല്ലാം. നിങ്ങളെപ്പോലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരെ കണ്ടെത്തി സഹായിക്കാൻ മനസ്സുള്ളവരെയാണ് സമൂഹത്തിന് ആവശ്യം. നിങ്ങൾ ഈ ചേട്ടത്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ ചേട്ടത്തി പറഞ്ഞു. എന്റെ മക്കളെ, എനിക്ക് എന്റെ സ്ഥലത്ത് വീട് വെച്ച് തരാന്ന് ഈ സാറ് പറഞ്ഞിരിക്കുക. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കോസ് 11:24. അതെ, ഞാൻ KMK കമ്പനിയുടെ. അറിയാം സാറേ, പറയണ്ട. സാറിനെ എപ്പോഴും ആള് ഞങ്ങളെ അന്വേഷിച്ചു വരിക എന്ന് പറയുന്നത് തന്നെ അത് ഞങ്ങളൊരു ഭാഗ്യമാണ്. അല്ല, ചേട്ടത്തിക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ച കാര്യവും അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും അതിനുള്ള ആൾക്കാരെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ചേട്ടത്തിയെ പറഞ്ഞത് എല്ലാം നിങ്ങളുടെ നേതൃത്വത്തിൽ മതിയെന്ന്. പിന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെയല്ല, ഈ പണി തീരുന്നത് വരെ ഓരോ ദിവസവും ഒരു നിശ്ചിത തുക മേൽനോട്ടത്തിന് തരും. എത്രയും വേഗം വീട് പണിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും. ചേട്ടത്തിക്ക് സന്തോഷമായില്ലേ? ഉവ്വ് സാറേ. എല്ലാം നിങ്ങളുടെ നല്ല മനസ്സാണ്. അതുകൊണ്ടാണല്ലോ ഈ ചേട്ടത്തിയുടെ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടത്. ഇല്ലെങ്കിൽ ഈ പുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നോ? തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21:8. എങ്കിൽ ഞാൻ വരട്ടെ. ശരി സാർ. എന്റെ മക്കളെ, എന്റെ എല്ലാ സന്തോഷത്തിനും കാരണം നിങ്ങളാ. ആ സാർ അങ്ങനെ ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ അല്ലാതെ വേറെ ആരെ ഓർക്കാനാ? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഛേ, ആ സാറിൻ്റെയും ചേട്ടത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നും അല്ലാണ്ടായി പോയി. നല്ല മനസ്സുള്ളവരാണ് നമ്മളെന്ന് ആ സാറ് പറഞ്ഞപ്പോ അങ്ങേരെ ഒരു കണക്കിന് നമ്മളെ കളിയാക്കിയിടുന്ന എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ ഇതിൻ്റെ നിന്ന് 10 പൈസ നമ്മൾ എടുക്കില്ല. അതെ, അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ചെറ്റത്തരമായിരിക്കും. സ്വന്തം മക്കളെ പോലെ കണ്ട ചേടത്തി
വീട് പണി നമ്മുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് പറഞ്ഞത് അത് നമ്മൾ അത്രയും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ. ആ വിശ്വാസത്തെയാ ഇത്രയും നാൾ നമ്മൾ പറ്റിച്ചുകൊണ്ടിരുന്നത്. അത് ഇത്രയ്ക്ക് നീചമായ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ നല്ല മനുഷ്യൻ്റെ സൽപ്രവൃത്തിയും നമ്മളെ മക്കളെ പോലെ കൂടെ കൂട്ടുന്ന ആ ചേർത്തിയുടെ സ്നേഹവുമാണ്. നമുക്കുടനെ ചേർത്തിയെ ചെന്ന് കണ്ട് പറ്റിച്ചെടുത്തതിനും ഇനി പറ്റിക്കാനിരുന്നതിനുമെല്ലാം മാപ്പ് പറഞ്ഞാലോ? ഏയ് അത് വേണ്ട. അതാ ചേർത്തിക്ക് ഒരുപക്ഷെ വിഷമമാകും. നമ്മളേതായാലും മേല് തെറ്റ് ചെയ്യരുതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ അതങ്ങ് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മതി. അല്ലാതെ വെടിവെച്ചിട്ട് തോന്നു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവന്റെ ഒരു കാര്യം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3:10 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.